Hello friends, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. സോ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് കവർ പേജസ് എങ്ങനെ ചെയ്യാം, അത് PST ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. സോ അത് കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അതായത് ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തത് ഒരു ഫേസ്ബുക്ക്, അത് ആനിമേഷൻ ഒന്നുമില്ലാത്ത ഒരു ഫേസ്ബുക്ക് കവർ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, കവർ വീഡിയോസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ചില ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല പേരുള്ള ബ്രാൻഡഡ് കമ്പനീസിൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം, അതിൽ വീഡിയോസ് ആയിരിക്കും അവർ ഇട്ടിരിക്കുന്നത്. അതായത് ഒരു വീഡിയോ ആഡ് പോലത്തെ ഫേസ്ബുക്ക് കവർ പേജ് ആയിരിക്കും അവർ ഇട്ടിരിക്കുന്നത്. അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും എൻഗേജ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഇട്ടാൽ. സോ ആ ഒരു ആനിമേറ്റഡ് വീഡിയോ ഫേസ്ബുക്ക് കവർ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ടെംപ്ലേറ്റ്സും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആയിട്ട് ഇടുന്നുണ്ട്. വളരെയധികം സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടല്ല, ഇത് ആനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ്. പക്ഷേ നിങ്ങൾ ഇതിൽ മറ്റുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും, ആനിമേഷൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒന്നും യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ പവർ പോയിന്റ്, നിങ്ങളുടെ എല്ലാവരുടെ സിസ്റ്റത്തിലുണ്ടാവും MS ഓഫീസ്, അതിലുള്ള പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ജോബ് പോലെ തന്നെ കസ്റ്റമർ തരുന്ന ആ ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക, അവർക്ക് സെൻഡ് ചെയ്യുക, വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. സോ അതെങ്ങനെ ചെയ്യും, അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഞാൻ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതോടുകൂടി ഈ പവർ പോയിന്റിൽ നമുക്ക് എങ്ങനെ ഞാൻ തരുന്ന ടെംപ്ലേറ്റ്സ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ഇതിലൂടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് ആനിമേറ്റഡ് കവർ പേജ് അല്ലെങ്കിൽ ആനിമേറ്റഡ് കവർ നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞാനിപ്പോൾ എൻ്റെ സജിൽസ് ടെക് സെൻറ്റർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആനിമേറ്റഡ് അല്ലെങ്കിൽ ആനിമേഷൻ സോഫ്റ്റ്വെയർസ് ഒന്നും വെച്ചിട്ടല്ല, വെറും പവർ പോയിൻ്റ് വെച്ചിട്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സാധാരണ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇതൊരു പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ആ സാമ്പിൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ പേജിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഒരു കസ്റ്റമറിന് സെല്ല് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് $50 നിങ്ങൾക്ക് ഇതിന് ചാർജ് ചെയ്യാൻ സാധിക്കും. കാരണം പ്രീമിയം ടെംപ്ലേറ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു ടെംപ്ലേറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് കളറെല്ലാം ചേഞ്ച് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ജോബ് പോലെ തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഇതിന് വളരെയധികം സ്കില്ലൊന്നും ആവശ്യമില്ല, ഫോട്ടോഷോപ്പ് തന്നെ ആവശ്യമില്ല. ഇതിന് ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് തരുന്ന ഈ ടെംപ്ലേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ പവർ പോയിൻറ്റ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് അത് ഒന്ന് ചെയ്ത് പഠിക്കുക. 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇതുപോലൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. മ്യൂസിക്, നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂസിക് ആഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സാമ്പിൾ കാണണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്.
ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് ഫോട്ടോസെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാമാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് വീഡിയോ ആണ്. ഇപ്പോൾ സാധാരണ ഒരു കോർപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്, ഒരു കോർപ്പറേറ്റ് വീഡിയോ നമുക്ക് എങ്ങനെ ഫൈവറിലൂടെ. അപ്പോൾ ആദ്യമെല്ലാം ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. $5, $10, $20 ചാർജ് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടോറിയൽസാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതുപോലുള്ള വീഡിയോ ക്രിയേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വീഡിയോ ക്രിയേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ $50 മുതൽ മുകളിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. 50 എന്നല്ല, ഞാനിപ്പോൾ സാധാരണ ഇതുപോലുള്ള വീഡിയോസിനെല്ലാം ചാർജ് ചെയ്യുന്നത് $70. അതുപോലെ തന്നെ ഫുൾ HD ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ $100 വരെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ പ്രോസസ്സാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കുറച്ച് ഐഡിയ കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിപ്പോൾ ഫേസ്ബുക്ക് കവർ പേജും മാത്രമല്ല, ഒരു എക്സ്പ്ലെയിനർ വീഡിയോ പോലെ ഒരു കോർപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ സെല്ല് ചെയ്യാനും സാധിക്കും. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ കൂടുതൽ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉള്ള ട്യൂട്ടോറിയൽ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ആനിമേറ്റഡ് കവറാണ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാണ് സ്ലൈഡ് ഷോ വ്യൂവർ. അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. പ്രീമിയം ടെംപ്ലേറ്റ് ആണിത്. യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾക്കിത് സെല്ല് ചെയ്യാൻ. നല്ല കസ്റ്റമേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെംപ്ലേറ്റ്സ് നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇതാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോയുടെ ടെംപ്ലേറ്റ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിലും കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആണ്. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതുപോലെ വേർഡെല്ലാം യൂസ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള കസ്റ്റമർ ഡീറ്റെയിൽസ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പ്രിവ്യൂ കാണണമെങ്കിൽ ഈ താഴെ സ്ലൈഡ് ഷോയിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളാകെ ചെയ്യേണ്ടത് ഏതെങ്കിലും ടെംപ്ലേറ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇത് ഒരേ ലെയേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പുറകിലുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് കമ്പനിയുടെ പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സജിൽ ടെക്സോ അങ്ങനെ എന്തെങ്കിലുമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ക്ലയൻറ്റ് ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങളിത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ വേണമെങ്കിൽ യൂട്യൂബറിനോ ഫ്രീലാൻസറിനോ അതുപോലെ തന്നെ ഈ വലിയ ടെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു S ആണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ നേരത്തെ നീക്കി വെച്ച ആ സ്ലൈഡ് വീണ്ടും അതേ പൊസിഷനിൽ വെക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, ഈ ഒരു പേജിൻ്റെ മാത്രം. ആ ഒരു പേജ് നമ്മളിപ്പോൾ കണ്ടു. അതിനുശേഷം ഇതിൻ്റെ പുറകിലൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ലെയറായിട്ട് ഒന്ന് നീക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഇമേജാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് പിക്ചർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ക്ലയൻറ്റ് തരുന്ന പിക്ചർ ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്തെടുക്കാം. ഒന്ന് പൊസിഷൻ ചെയ്ത് കൊടുക്കുക, റീപൊസിഷൻ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഓരോ ഇമേജസ് ആണ്. അപ്പോൾ നമ്മൾ നീക്കുന്ന അനുസരിച്ച് രണ്ടാമത് ആ ഇമേജ് അതേ പൊസിഷനിൽ തന്നെ വെച്ച് കൊടുക്കുക. വീണ്ടും ഒന്ന് അല്ലെങ്കിൽ പ്രിവ്യൂ നോക്കുക. ഓക്കെ, ഇതുപോലെ ഓരോ പേജസും നിങ്ങളുടെ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ജോബ് തന്നെയാണ്. വർക്ക് ഡീറ്റെയിൽ ഇവിടെ ടെക്സ്റ്റ് ബി ക്ലയൻറ്റ് തരുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ അതിവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടേതായ ഇതുപോലെ ഈ സെയിം ടെംപ്ലേറ്റ് നിങ്ങളുടേതായ രീതിയിൽ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഫൈവറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫൈവറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നു മൈ പ്രൊഫൈൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ ഓരോ ടെക്സ്റ്റ് ഒക്കെ കൊടുത്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഫൈവറിലൊരു പ്രത്യേകത ഉണ്ട്. വീഡിയോ ക്രിയേഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഓൺ ഫൈവർ എന്ന് പറയുന്ന ടെക്സ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ആഡ് ചെയ്യണം അതിൽ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഓൺ ഫൈവർ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു കമ്പനി ഡീറ്റെയിൽസോ, കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ഡീറ്റെയിൽ നെയിമോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യുവർ കമ്പനിന്നോ യുവർ കമ്പനി നെയിമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുത്താലും കുഴപ്പമില്ല. സെയിം ടെംപ്ലേറ്റ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഓഡിയോയിൽ നിന്ന് ഓഡിയോ ഫ്രം മൈ PC ഇതിൽ കൊടുക്കുന്ന ഓഡിയോ എല്ലാം നിങ്ങൾക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. യാതൊരു കോപ്പിറൈറ്റ് പ്രശ്നവും വരില്ല. ആ ഒരു മ്യൂസിക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് അപ്ലോഡ് ചെയ്തെടുത്താൽ ഇത് കംപ്ലീറ്റ് സ്ലൈഡിലേക്കും അത് വന്നിരിക്കും. ബാക്കി എഡിറ്റിംഗ് എല്ലാം സിമ്പിളാണ്. ഇതുപോലെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമേജസ് എല്ലാം ആവശ്യം ഉള്ള ഇമേജസ് എല്ലാം ഇതുപോലെ സ്ലൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് പിക്ചർ എടുക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കളേഴ്സ് എല്ലാം ഗ്രേഡിയൻറ്റ് കൊടുക്കണമെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ മറ്റുള്ള കളേഴ്സ് എല്ലാം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇതിൽ എല്ലാം എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി പവർ പോയിൻ്റ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകൾക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. അല്ലാത്ത ആളുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ പവർ പോയിൻ്റ് അത്യാവശ്യം പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം എല്ലാ ടൂൾസും നമ്മുടെ വേർഡിലും എക്സലൊക്കെ ഉള്ള ടൂൾസാണ്, സിമ്പിൾ ടൂൾസാണ്. ടെക്സ്റ്റിൻ്റെ സൈസ് കുറക്കുന്നതും കൂട്ടുന്നതും ബോൾഡ് ആക്കുന്നതും എല്ലാം സെയിമാണ്. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ കാണുന്നതെല്ലാം ഷേപ്സ് ആണ്. ഈ ഷേപ്പിൻ്റെ ഇപ്പോൾ ക്ലയൻറ്റ് ഒരു കളറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കളറിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ലോഗോയുടെ കളറിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിനെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ ഇപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ കളറിൻ്റെ ഓപ്ഷൻസ് വരും. ഫില്ലെടുക്കുക. ഫില്ലിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഷേപ്പ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഷേപ്പ് നിങ്ങൾക്ക് അതേ കളർ തന്നെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസേർട്ടിൽ നിന്ന് മ്യൂസിക്കും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മ്യൂസിക്കും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഈ ഫയൽ എപ്പോഴും ഞാൻ തരുന്ന ടെംപ്ലേറ്റ് നിങ്ങൾ സേവ് ആസ് കൊടുത്തിട്ട് വേണം ക്ലയൻറ്റിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ. സേവ് ആസ് കൊടുക്കുക, സേവ് കൊടുക്കരുത്. കാരണം ടെംപ്ലേറ്റ് നമ്മൾ സേവ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു ക്ലയൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുമ്പോൾ സേവ് ആസ് കൊടുത്ത് മറ്റൊരു ഫയലിലേക്ക് ആക്കിയിട്ട് മാത്രം ചെയ്യുക. ഇനി ഇത് വീഡിയോ ആക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയലിൽ വരിക, എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എ വീഡിയോ ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്തെടുക്കുക. സേവ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ താഴെ റെൻഡർ ചെയ്യുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു സാമ്പിൾ എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇത് സേവ് ചെയ്യാം. ഓക്കെ, ദെൻ സേവ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പ്രോഗ്രസ്സാണ് ഈ കാണുന്നത്. വീഡിയോ ആയിട്ട് കൺവേർട്ട് ആകുന്ന പ്രോഗ്രസ്സാണിത്. ഞാനിപ്പോൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ആകെ 2-3 പേജ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ 3ാമത്തെ പേജ് ഞാൻ തൊട്ടിട്ടില്ല. ബാക്കിയുള്ള 2-3 പേജാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ നമ്മൾ ഈ ചേഞ്ച് ചെയ്ത കളറെല്ലാം അതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ചേഞ്ച് ചെയ്ത കളേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ തരുന്നത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒന്ന് ചെയ്ത് പഠിക്കുക. അത് നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ ടെംപ്ലേറ്റിൽ തന്നെ നിങ്ങളുടേതായ രീതിയിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്ത് ഏത് ഫ്രീലാൻസിങ് സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും.
ഫൈവറിലോ ഫൈസ്കിഡിലോ ട്രൂലാൻസറിലോ ഏത് വേണമെങ്കിലും ജിഗ് ബക്സിലെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഈ കാണിച്ചു തരുന്ന വീഡിയോ അതിന് അപ്പോൾ തന്നെ നിങ്ങൾ ഗിഗ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യരുത്. എല്ലാവരും കൂടി ഒരേ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേരുടെ ഗിഗെല്ലാം അപ്രൂവ് ആവാതെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2-3 ദിവസമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഈ ഗിഗ് ക്രിയേറ്റ് ചെയ്തിടുക. അതുവരെ നിങ്ങൾക്ക് ഇതിൽ ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഒന്ന് ജസ്റ്റ് കണ്ട് പഠിക്കുക ഇത് ചെയ്യാനുള്ളത്. അത്യാവശ്യം എഡിറ്റിംഗ് ഇതിൽ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരികയും വർക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും. സോ അത് കംപ്ലീറ്റഡ് വീഡിയോ ആകുമ്പോൾ ഏകദേശം ഈ ഞാൻ കാണിച്ചതുപോലത്തെ വീഡിയോ ആക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫേസ്ബുക്കിൽ പേജിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ കേഴ്സർ വരുമ്പോൾ ഒരു ഓപ്ഷൻ വരും. അതിൽ നിന്ന് അപ്ലോഡ് ഫോട്ടോ ഓർ വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തിട്ട് വേണം നിങ്ങൾ സേവ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തത് കാരണമാണ് കാണിക്കാൻ പറ്റാത്തത്. അതിനുശേഷം ഒന്ന് റീപൊസിഷനൊക്കെ ചെയ്യുക, ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്ത് നോക്കാൻ ഉള്ള അവസരമുണ്ട്. അതിനുശേഷം മാത്രം നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സജിൽസ് ടെക് സെൻറ്ററിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സാമ്പിൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പേജ് നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ ഇതിൻ്റെ താഴെ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ റിലേറ്റഡ് വീഡിയോസും ഇതിൻ്റെ താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ട്യൂട്ടോറിയൽസും ഞാൻ ഇടുന്നുണ്ട്. ഫൈവറും ഫൈസ്കിഡും ഗിഗ് ബക്സിലും ഉള്ളത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുക. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ മാത്രമാണിത്. ഗിഗ് ക്രിയേറ്റ് ഉള്ള എല്ലാ ട്യൂട്ടോറിയൽസും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ടെംപ്ലേറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.